കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. നമസ്കാരം. മാർത്തോമ വിഷനിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. മാരാമൺ കൺവെൻഷന്റെ അരങ്ങുണരുകയാണ്. ഈ മണൽപ്പരപ്പിൽ നിന്നുയർന്ന ഗാനങ്ങളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗാനങ്ങൾ എന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം പ്രിയപ്പെട്ട നൈനാൻ കെ പുന്നവേലി സാറാണ് ഉള്ളത്. നമസ്കാരം. നമസ്കാരം സാറേ. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ മാരാമൺ കൺവെൻഷൻ കേരളത്തിന്റെ ക്രൈസ്തവ ഗാനശാഖയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ച് സാർ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയും? സാർ മുമ്പേ ഓർപ്പിച്ചതുപോലെ മാരാമൺ കൺവെൻഷൻ്റെ ഗാനങ്ങൾ എല്ലാ സഭകളും ഏറ്റുപാടുന്ന പാട്ടുകളാണ്. നമ്മുടെ സഭയിലെ പാട്ടെഴുത്തുകാർ വളരെ പ്രശസ്തരാണ്. അതായത് കൊച്ചുഞ്ഞുപദേശി, അല്ലെങ്കിൽ KV സൈമൺ സാറ്, പിന്നെ PD ജോൺ സാറ്, നമ്മുടെ KP ഫിലിപ്പച്ചൻ തുടങ്ങിയവരുടെ ധാരാളം പാട്ടുകൾ, ME ചെറിയാൻ സാറ്, ഇതെല്ലാം ഈ പാട്ടുകളൊക്കെ ഞങ്ങളെപ്പോലുള്ള പാട്ടെഴുത്തുകാരെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഏത് സഭയിൽ ചെന്നാലും നമ്മുടെ പാട്ടുകൾ പാടാത്ത സഭകൾ കുറവാണ്. മാരാമൺ കൺവെൻഷൻ്റെ പാട്ടുകൾ അത് ഒരു മലയാള ഗാന കൈരളിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് മാരാമൺ കൺവെൻഷൻ ഗാനങ്ങൾ. ഒരു ഗായകൻ എന്ന നിലയിലും ഒരു ഗാനരചയിതാവ് എന്നുള്ള നിലയിലും ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും സാറിന് ഇൻസ്പിറേഷൻ നൽകിയിട്ടുള്ള ധാരാളം പാട്ടുകൾ മാരാമൺ മണൽപ്പുറത്ത് നിന്ന് ഉയർന്നിട്ടുണ്ടാവുമല്ലോ. അത്തരം പാട്ടുകളെ കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാം. ഒരുപാട് ഗാനങ്ങളുണ്ട്, പഴയ കാലത്തെ ഗാനങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ പിതാവും എൻ്റെ വീട്ടിലെ എൻ്റെ ഉപ്പാപ്പന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന് സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് പാടുന്ന പാട്ടുകൾ, അതിൻ്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞ കൊച്ചുഞ്ഞുദേശിയുടെ പാട്ടുകൾ, ഒട്ടെല്ലാ പാട്ടുകളും തന്നെ പാടുമായിരുന്നു. അതുപോലെ തന്നെ ME ചെറിയാൻ സാറിൻ്റെ പാട്ട്, കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയന്തു നല്ല ആശ്വാസം, അങ്ങനെയുള്ള ധാരാളം പാട്ടുകൾ. ME ചെറിയാൻ സാറിൻ്റെ പാട്ടുകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ച പാട്ടുകളാണ്. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപ പെരും നദിയേ, അതുപോലെ ഒട്ടനവധി പാട്ടുകൾ. അതുപോലെ തന്നെ നമ്മുടെ ചാൾസ് ജോൺ സാറിൻ്റെ പാട്ടുകൾ, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും, എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ഇതൊക്കെ എൻ്റെ പ്രിയ സ്നേഹിതൻ നമ്മുടെ ചാൾസ് ജോൺ സാർ എഴുതിയ പാട്ടുകളാണ്. അതുപോലെ ഒരുപാട് പാട്ടുകൾ മാരാമൺ കൺവെൻഷൻ്റെ ആദ്യകാലത്ത് നമ്മുടെ PD ജോൺ സാർ എഴുതിയ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നു, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ മാരാമൺ കൺവെൻഷന്റെ പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഈണവും അതിന്റെ വരികളും തമ്മിൽ ഇഴ പിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില പാട്ടുകൾക്ക് ഇതല്ലാതെ മറ്റൊരു ഈണം ഇല്ല എന്ന് തോന്നുന്നത്ര ആപ്റ്റായിട്ടുള്ള ഈണങ്ങളാണ് ഈ പാട്ടെഴുത്തുകാരും സംഗീത സംവിധായകരും കണ്ടെത്തിയിട്ടുള്ളത്. ഈ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഈ പാട്ട് ആഴത്തിൽ പതിയുന്നതിന് ഈ ഒരു ഘടകം സഹായകരമായിട്ടുണ്ടെന്നല്ലേ സാറിൻ്റെ ഒരു വിചാരം? തീർച്ചയായിട്ടും. ആദ്യകാലത്ത് നമ്മുടെ പഴയ പ്രമുഖരായിട്ടുള്ള ME ചെറിയാൻ സാറിനെ പോലെയൊക്കെയുള്ള പാട്ടെഴുത്തുകാർ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് പാട്ടുകൾ ഉരുത്തിരിഞ്ഞത്. എന്നാൽ അവർ മറ്റ്
പ്രശസ്തമായ മറ്റ് പാട്ടുകളുടെ ഈണത്തെ അവലംബിച്ചിട്ടുണ്ട്. അതവർ തന്നെ അവരുടെ അനുഭവത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് അവർ തന്നെ ട്യൂൺ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ട്യൂൺ ചെയ്യുകയൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. കൊച്ചിൻ ദേശിയുടെ പാട്ടുകൾ, കെ വി സൈമൺ സാറിൻ്റെ പാട്ടുകൾ. കെ വി സൈമൺ സാർ ഒരു സംഗീതജ്ഞനാണ്, സാഹിത്യകാരനായിരുന്നു, വലിയ എന്താ പറയുന്ന എല്ലാ ഭാഷയുടെയും പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ അവഗാഹമായിട്ടുള്ള ഒരു പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ സമകാലീനുണ്ടായിരുന്നു കൊച്ചിൻ ഉപദേശിയും നമ്മുടെ കെ വി സൈമൺ സാറും. അപ്പോൾ അവരുടെ ട്യൂണുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. കൊച്ചുകുഞ്ഞുദേശിയുടെയൊക്കെ നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിലെ തീക്ഷ്ണമായിട്ടുള്ള ആത്മീയ അനുഭവത്തിൽ നിന്നും അവരുടെ ഭൗതിക ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ ഒരുപാട് പാട്ടുകളുണ്ട്. അത് അവർ സ്വന്തമായിട്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന പാട്ടിനോടൊപ്പം വന്ന ഈണവും അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പാട്ടുകൾ ഇങ്ങനെ ഇഴപിരിയാത്ത ബന്ധമായിട്ടിങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. നയനാൻ പുന്നവേൽ സാറ് മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളവും മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളവും ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 69 ഗാനങ്ങളാണ് ഈ നാളുകൾക്കുള്ളിൽ മാരാമൺ കൺവെൻഷനിലൂടെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഞാൻ മറ്റാരെങ്കിലും 69 ഗാനങ്ങൾ മാരാമൺ കൺവെൻഷൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ മാരാമൺ കൺവെൻഷന് വേണ്ടി എഴുതിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് നയനാൻ പുന്നവേൽ സാർ എന്ന് നമുക്ക് പറയാൻ കഴിയും. 69 ഗാനങ്ങൾ എഴുതി എന്നുള്ളതല്ല അതിന്റെ പ്രാധാന്യം. ഈ 69-ൽ ഏറെ പാട്ടുകളും മാർത്തോമാ സഭയിലും ക്രൈസ്തവ സമൂഹത്തിലും പ്രചാരം നേടിയിട്ടുള്ള പാട്ടുകളാണ് എന്നുള്ളതും സാറിന്റെ ഒരു പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു. സാറിന്റെ പാട്ടുകളിലേക്ക് നമുക്ക് വരാം. സാറ് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? പറയാൻ ബുദ്ധിമുട്ടാവും എന്നെനിക്കറിയാം, എങ്കിൽ പോലും. 1982 മാരാമൺ കൺവെൻഷനിൽ എൻ്റെ ആദ്യത്തെ ഗാനം വരുന്നത് ആ വർഷമാണ്. അന്ന് ഞാൻ എഴുതിയ പാട്ടെന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്നുണ്ടായൊരു പാട്ടാണ്. ഞാൻ വീട്ടിലെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭാരവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ഞാൻ ഒരുപാട് മേഖലകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ കൂടുതൽ വിവരിക്കുന്നില്ല. അപ്പം ഞാൻ കുരുമുളക് പറിക്കാനായിട്ട് ഏണിയുടെ പൈപ്പിൽ നിന്നുകൊണ്ട് കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ പാട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ദേവാലയത്തിൽ പോയോ അല്ലെങ്കിൽ കൂട്ടായ്മ കൂടും മാത്രമല്ലല്ലോ, നമ്മുടെ ഏകാന്ത ജീവിതത്തിലൊക്കെ നമ്മൾ കർത്താവിനോട് ഉള്ള ബന്ധത്തിൽ പ്രാർത്ഥനയുണ്ടല്ലോ. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങൾ എന്ന് മാറ്റിത്തരും, എനിക്കൊരു സമ്പന്നനായിട്ട് നിന്നിൽ നിന്നും അഹങ്കരിച്ച് മാറും എനിക്കിടയാകരുത്, ഒരു ഇത്രയും യാതനകളൊക്കെ ഒരുപാട് കൂടിയിട്ട് കർത്താവേ നീ എനിക്ക് അന്യനാന്ന് പറയാനും ഇടയാകരുത് എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നു. ഞാൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാനങ്ങ് ആ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്നൊരു ഈണം കിട്ടി. അപ്പം ഞാനങ്ങ് പാടി, അഹങ്കരിപ്പാൻ വന്ധനമു വീണു പോവാൻ യാതനയോ ആകരുതേ അത്യുന്നത നിത്യവും നിൻ വൻകൃപത. നമ്മളെ വേദപുസ്തകം വായിക്കുമ്പം നമ്മുടെ സങ്കീർത്തനങ്ങളും വേദവചനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ വായിക്കുന്ന സങ്കീർത്തനത്തൊക്കെ നമുക്ക് ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. 34-ാം സങ്കീർത്തനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്, അവങ്കിലേക്ക് നോക്കി ഒരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഇത് വരികളായിട്ട് അടുത്ത വരികളായിട്ട് കിട്ടി. നിൻമുഖം ദർശിപ്പോർ ആരുമേ ലജ്ജിതരായി തീരുകില്ല, എൻ ദൈവമേ എൻ പാലക ചെവി ചായ്ക്ക എൻ മൊഴി കേൾ പ്രാർത്ഥന കേൾ സ്വർഗതര യാചനകൾ നൽകണമേ. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട്. അപ്പോൾ ഇങ്ങനെയാണല്ലോ കൊച്ചുഞ്ഞുദേശിക്കൊക്കെ കർത്താവ് പാട്ട് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ആത്മാവിലത് പാട്ടായിട്ട് വന്നപ്പോൾ ഇങ്ങനെയാണല്ലോ അദ്ദേഹത്തിനൊക്കെ പാട്ട് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ആ പാട്ട് 1982 നമ്മുടെ KP ഫിലിപ്പച്ചനുമായിട്ട് പരിചയപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ടേപ്പ് റെക്കോർഡ് ചെയ്തുകൊണ്ട് അന്ന് മാരാമൺ കൃഷ്ണൻ പാട്ട് എഴുത്തുകാരെ അന്വേഷിച്ച് നടക്കുന്ന സമയമായിരുന്നു. ഇന്നത്തെ പോലെ ഒരുപാട് പാട്ടുകളൊന്നും ക്ഷണിച്ച് വരുന്ന കാലമല്ലായിരുന്നു. അങ്ങനെ 1982 ആ പാട്ട് മാരാമണ്ണ് വന്നു. ആ പാട്ടിനെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ സമയത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായിരുന്നു.
ആ പാട്ടാണ് ഞാൻ എൻ്റെ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ, അതായത് അധ്യാപകനാകാനായിട്ട് മാർത്തോമാ സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അന്ന് കൊയർ കമ്മിറ്റിയിൽ DSMൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന അച്ഛന്മാരും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു ഈ പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ഈ പാട്ട് പാടി, എനിക്ക് ഫസ്റ്റ് റാങ്ക് തന്നു. എനിക്ക് അങ്ങനെ ദൈവം ജോലിയൊക്കെ തന്നു. അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ അവൻ്റെ മുഖം നോക്കിയതുകൊണ്ട് ഞാൻ ലജ്ജിപ്പാൻ ഇടയായില്ല. ആ പാട്ടിന് ശേഷം തുടർച്ചയായി 69 പാട്ടുകളാണ് അതെ അന്ന് തന്നെ ഏകദേശം 300ഓളം മറ്റു ഗാനങ്ങളും സാറ് രചിച്ചിട്ടുണ്ടെന്നാണ്. അതെ എന്നെ പ്രോത്സാഹിപ്പിച്ചവരുടെ കൂട്ടത്തിൽ KP ഫിലിപ്പച്ചനെ ഓർക്കുന്നു. എൻ്റെ പള്ളിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച MB തോമസ് അച്ഛനെ ഞാൻ ഓർക്കുന്നു, മൂഴിക്കലെ അച്ഛനെ. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ മാരാമൺ കൺവെൻഷനോട് എനിക്ക് കൂടുതൽ ആഭിമുഖ്യം തോന്നാൻ കാരണം കാലം ചെയ്ത നമ്മുടെ ഫിലിപ്പോസ് മാർ ക്രിസ്തോസൻ തിരുമേനിയാണ്. തിരുമേനി ഞങ്ങളുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ അധിപനായിട്ടിരിക്കുമ്പം ഞാൻ പത്തനംതിട്ട സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് LICയുടെ ചെയർമാനായതുകൊണ്ട് സ്കൂളിൽ വിസിറ്റ് ചെയ്യും. അപ്പം ഞാനുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല, വലിയ പരിചയമൊന്നും അടുപ്പമൊന്നുമില്ല, പരിചയമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് ഡോർമെട്രിയിലോട്ട് അപ്പം ഞാനൊന്ന് വാർഡനാണ് വന്നേച്ച് ഡോർമെട്രി കാണാനായിട്ട് അങ്ങോട്ട് കയറി വന്നപ്പം ഞങ്ങളുടെ കൂടെ തിരുമേനിയുടെ കൂടെ ഒരു സാറുണ്ട്, ജോൺ സാറുണ്ടായിരുന്നു, ഒരു CM ജോൺ സാർ. അദ്ദേഹം വന്ന് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഇതാരാന്നറിയാമോ? അപ്പോൾ തിരുമേനി എന്നെ നോക്കി, ഇത് സ്വർഗം തുറന്നൻ ചാരയണഞ്ഞ പാട്ടെഴുതിയ ആളാന്ന് പറഞ്ഞു, മാരാമണ്ണ്. അപ്പോൾ തിരുമേനി എന്നെ നോക്കി പറഞ്ഞു, ഓ ഈ സാറാണോ ഈ സ്വർഗം തുറക്കുന്ന സാറ് എന്ന് തിരുമേനി ചോദിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ അന്നേരം തിരുമേനിയുടെ വർത്തമാനമൊക്കെ പറഞ്ഞു. അതിനുശേഷം തിരുമേനി വരുന്ന ശുശ്രൂഷകളിലൊക്കെ ഞാൻ പലപ്പോഴും ഗാന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അന്ന് തിരുമേനിയുമായിട്ട് പരിചയപ്പെട്ടു. തിരുമേനിയുടെ കൂടെ പലയിടത്ത് പിന്നെ പള്ളികളിലൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഗാന ശുശ്രൂഷ. സ്കൂളിൽ ഇങ്ങനെ പാട്ടൊക്കെ പിള്ളേരെ പാടിപ്പിക്കുന്നതൊക്കെ തിരുമേനി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ചാൽക്കുന്നതിൽ വെച്ച് പിന്നെ സഭാ കൗൺസിൽ കൂടിയപ്പോൾ തിരുമേനി ഞങ്ങളുടെ ജോർജ് ഫിലിപ്പ് സാറിനോട് ചോദിച്ചു, സാറേ DSMൻ്റെ പ്രതിനിധിയായിട്ട് അയക്കാനായിട്ട് നമ്മുടെ ഭദ്രാസനം 2 പേരെ വിടണം, നമ്മുടെ സ്കൂളിൽ ആ പാട്ട് പഠിപ്പിക്കുന്ന സാറിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. എൻ്റെ പേര് ഉടനെ സാറ് പറഞ്ഞു. കാരണം എന്നെയും അയച്ചനെയും കൂടെ DSMൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തിരുമേനി വിട്ടു. 19 വർഷക്കാലം ഞാൻ DSMൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അതെനിക്ക് വളരെ വലിയ വളർച്ചയുണ്ടായി. കാരണം മാരാമൺ കൺവെൻഷൻ്റെ പാട്ടിൻ്റെ കൊയർ കമ്മിറ്റിയിലും ഗായകസംഘ കമ്മിറ്റിയിലും അല്ല നമ്മുടെ സെലക്ഷൻ കമ്മിറ്റിയിലുമൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ രംഗത്ത് വളരാൻ വലിയൊരു പ്രചോദനമായിരുന്നു. തിരുമേനിയുടെ പ്രോത്സാഹനമാണ് എന്നെ ഇത്രത്തോളം എന്നെ ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത ജീവിതവുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ് എന്നുള്ളതാണ്. തൻ്റെ ജീവിത അനുഭവങ്ങളെ ചേർത്താണ് അദ്ദേഹം കവിതകൾ എഴുതാറുള്ളത്. ആ അനുഭവത്തെ ചേർത്താണ് പാട്ടുകൾക്ക് ഈണമിടാറുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള എപ്പോഴെങ്കിലും ഈ പാട്ട് എഴുതിയതിൽ വല്ലാത്ത അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, ഇപ്പോൾ നമ്മുടെ സഭയുടെയോ ഒന്നും അല്ലാതെ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ സാറിൻ്റെ പാട്ടുകൾ ഉപയോഗിക്കപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അവിചാരിതമായിട്ട് ചില സന്ദർഭങ്ങളുണ്ടായാൽ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ചങ്ങനാശ്ശേരി വേരൂർ പള്ളിയിൽ, കാത്തലിക് പള്ളിയിൽ ഞാൻ ഒരു മാമോദിസായ്ക്ക്, എൻ്റെ ഒരു ബന്ധുവിന് മാമോദിസായ്ക്കാണ് ചെന്നപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ അവരുടെ വേദപാഠ ക്ലാസ്സുകൾ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ VBS പോലെ വലിയൊരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ അച്ഛൻ യാഹ് നല്ലയിടെ എന്നുള്ള പാട്ട് പഠിപ്പിക്കുന്നു. അപ്പോൾ എനിക്കത് വളരെ സന്തോഷം തോന്നി. ഞാനത് ഞാനും എൻ്റെ വൈഫും കൂടെ അത് മാറി നിന്ന് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് വേറൊരു അനുഭവം ഉണ്ടായത്, ഏതോ ഒരു സമയത്ത് മല്ലപ്പള്ളി പാലത്തിൻ്റെ അവിടെ ഒരാൾക്കൂട്ടം, ഞാൻ അന്ന് സ്കൂട്ടറിൽ മല്ലപ്പള്ളി ചെന്നപ്പം ഒരു ജനസഞ്ചയം കണ്ടുകൊണ്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പം മുഖ്യമന്ത്രി AK ആൻ്റണി അവിടെ വരുന്നു. അന്ന് അദ്ദേഹം ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് പറഞ്ഞ് സ്കൂട്ടർ ഞാൻ ഒരിടത്ത് നിർത്തിയപ്പം സ്റ്റേജിൽ നിന്നൊരു അനൗൺസ്മെൻറ്റ്, ഇപ്പോൾ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പാടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പാട്ട് ഏതായിരുന്നു അറിയാമോ? ദൈവമേ അങ്ങേ സന്നിധേ ഞങ്ങൾ വന്നണയും യാമത്തിൽ തൃക്കൺ പാർക്കണേ കൃപയേക്കണേ ആശ
ആശിഷം നൽകിടേണമേ. ആ പാട്ടാണ്. ഈ പാട്ടാണ് പാടുന്നത്. അത് വലിയ സന്തോഷം തോന്നി. അങ്ങനെ ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാഹ് നല്ല ഇടയൻ എന്നുള്ളൊരു പാട്ട് സാറിന്റെ പാട്ടുകളിൽ ഏറ്റവും എന്നെ സ്പർശിച്ചിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ്. സാധാരണ ആളുകൾക്ക് പാടാൻ കഴിയുന്ന, ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിന്റെ രചനാ സാഹചര്യത്തെ കുറിച്ച് പറയും. അത് എൻ്റെ വല്യപ്പച്ചൻ മരിച്ചു പോയത് എനിക്ക് വലിയ സങ്കടം ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പള്ളിയുടെ ക്രോട്ടൻചെടി ഒരു സൈഡിലുണ്ട്, അവിടെ പോയിരുന്ന് ഏകാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വല്യപ്പച്ചൻ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ചെറുപ്പത്തിൽ. അപ്പോൾ അപ്പച്ചൻ ക്യാൻസർ രോഗിയായിട്ട് മരിച്ചു. അതെന്നെ വളരെയധികം പ്രയാസം ഉണ്ടാക്കി. ഞാൻ അതിനകത്ത് ഈ പാട്ടിൻ്റെ സ്റ്റാൻസയിൽ ആദ്യത്തെ സ്റ്റാൻസ എഴുതിയത്, കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും, കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും, ശാശ്വത ഭുജങ്ങളിൽ മിതേ നിർഭയേന ഞാൻ വസിച്ചിടും, ശാശ്വത ഭുജങ്ങളിൽ മിതേ നിർഭയന ഞാൻ വസിച്ചിടും. യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. അപ്പോൾ അന്ന് അപ്പച്ചൻ്റെ വേർപാടിനെ ഓർത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കഷ്ടതയിലായിരുന്നത് എനിക്കേറെ ഗുണമായി എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളാണ് എൻ്റെ കർത്താവുമായിട്ട് അടുപ്പിച്ചപ്പം കഷ്ടനഷ്ട ശോധനയുടെ സമയത്താണ് ദൈവത്തിൻ്റെ പൊന്മുഖം കാണാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നത്. നമ്മൾ ഒത്തിരി സന്തോഷത്തിലും ആനന്ദത്തിലും സമൃദ്ധിയിലും ഒക്കെ ആയിരുമ്പോൾ ദൈവത്തെ മറക്കാനാണ് സാധ്യതയുള്ളത്. അപ്പം ജീവിതത്തിൽ ശോധനകൾ വരുന്ന സമയത്ത് അത് വളരെ അനുഗ്രഹകരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ട് എഴുതി തീർക്കുന്നത് എനിക്ക് തോന്നുന്നു 84-85 വർഷത്തിൽ പത്തനംതിട്ട മാർത്തോമ സ്കൂളിൽ ഞാനിങ്ങനെ കുട്ടികളെ ബോർഡിങ്ങിൽ കളിക്കാനായിട്ട് വിട്ടിട്ട്, ഞാൻ ബോർഡിങ്ങിൻ്റെ വാർഡനാണെന്ന്, വാർഡൻ കൂടെയാണ്. അപ്പോൾ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഹാർമോണിയമൊക്കെ എടുത്ത് വെച്ച്, അവിടെ സ്കൂളിൽ ഹാർമോണിയം ഉണ്ട്, അടുത്ത് ഞാനിങ്ങനെ ഓർത്ത് ദൈവം എന്നെ ദാവീദിനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നല്ലോ. ദാവീദിന് കിന്നരം ഉണ്ടായിരുന്നു, എനിക്കെന്തുണ്ട്? ഹാർമോണിയം ഉണ്ട്. പിന്നെ ദാവീദിന് ആടുകളുണ്ടായിരുന്നു, എനിക്ക് കുട്ടികളാകുന്ന ആടുകളുണ്ട്. അവരെ മേയ്ക്കാൻ വിട്ടേച്ച് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു, യഹോവ എന്നെ സ്നേഹിക്കുന്നല്ലോ എന്നുള്ള 23-ാം സങ്കീർത്തനം. യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ഞാൻ ബോർഡിങ്ങിൽ എനിക്ക് താമസിക്കാൻ സൗകര്യം, പച്ചയായ പുൽപ്പറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്ക് എന്നെ കർത്താവ് നടത്തി. എനിക്ക് ജോലിക്ക് ആദ്യം നീരേറ്റോർത്തായിരുന്നപ്പം താമസിക്കാൻ അവിടെയും ദൈവം വഴിയൊരുക്കി. എന്നാൽ പത്തനംതിട്ട സ്കൂളിൽ വന്നപ്പോൾ എൻ്റെ താമസവും എല്ലാം ഭംഗിയായിരുന്നു. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതിൽ നിന്നാണ് ആ പാട്ടുണ്ടായത്.